27 തവണയാണ് കേസ് മാറ്റി വെച്ചത്. ഇപ്പോൾ നടൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക? കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മേജർ ഒഫൻസസ് എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് ആ ഒഫൻസുകളുടെ കമ്മീഷന് അല്ലെങ്കിൽ ആ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റകൃത്യം തെളിഞ്ഞത് കൊണ്ടായിരിക്കും നടൻ ദിലീപ് ഇവിടെ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ആ മേജർ ഒഫൻസുകൾക്ക് വരുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളും നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിനെ സംബന്ധിച്ചിടത്തോളം 376D എന്ന ഗ്രേവർ ഒഫൻസ് വരുമ്പോൾ ഇംപ്രിസൺമെന്റ് ടു ലൈഫ്, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു കുറ്റകൃത്യമാണത്. അപ്പോൾ അതേ ശിക്ഷാവിധി 8ാം പ്രതിക്കോ അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റു പ്രതികൾക്കോ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് തന്നെ കിട്ടാൻ ആണ് നിയമപ്രകാരം നോക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കേസിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതുന്ന ഒരു ലെറ്ററിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു തെളിവ് ശരിക്കും സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് തന്നെയല്ലേ? അപ്പം പിന്നെയും ഇത് പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുമായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ സ്വഭാവം എന്ന് പരസ്യമായും രഹസ്യമായും പറയുന്ന ഒരു സ്വഭാവമുള്ളൊരു കേസ്. ഈ കേസിൽ ആര് കത്തെഴുതി, ആ കത്തിൽ എന്താണ്, ആ കത്തിൽ എന്ത് ഉൾപ്പെട്ടു എന്നുള്ളത് പുറത്തെങ്ങനെ അറിഞ്ഞു? അതെന്താ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത? അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നോക്കി ആ ഒരു ചർച്ച സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണ്. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല പൾസർ സുനിയുടെ കത്തിൽ എന്താ ഉണ്ടായിരുന്നെന്ന്. ഞാനത് കണ്ടിട്ടില്ല, ഞാനത് കാണാൻ പാടില്ല, അത് ഒരു പബ്ലിക് ഡോക്യുമെന്റും അല്ല. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു രേഖ മാത്രമാണ്. ആ രേഖയിൽ എന്താണ് പറഞ്ഞിരുന്നത് നമുക്ക് ഡിസംബർ 8ാം തീയതി അറിയാം. അതുവരെ ദിലീപ് പ്രതിയാണ്, കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ പൾസർ സുനി കുറ്റക്കാരനാണ് ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. അവരെല്ലാം കുറ്റാരോപിതരാണ്. ഡിസംബർ 8ാം തീയതി വിധിന്യായം പറയുന്നത് വരെ ഇവരെല്ലാം കുറ്റാരോപിതരാണ്. കുറ്റാരോപിതനാണ്. നമ്മൾക്ക് വിധിക്കാൻ പറ്റില്ല ആരെന്താന്നുള്ളത്. 8ാം തീയതി അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഒരാള് പ്രതിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, അയാൾ ഇത്രയും കാലം അയാൾ ഹൂഎവർ ഇറ്റ് ഇസ് അയാൾ പൊക്കോണ്ടിരുന്നത് അയാൾ സഫർ ചെയ്തു ഇത്രയും കാലം എന്നുള്ളത്. അപ്പൊ അയാൾക്ക് ലീഗലി എന്തെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുമോ? അയാൾ ഇത്രയും കാലം അയാൾ സഫർ ചെയ്തതിന് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷന് അയാൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം എന്നതാണ്. ഒരു പ്രതി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത ഒരു നിയമപരമായിട്ടുള്ളൊരു സ്റ്റെപ്പ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആ പർട്ടിക്കുലർ വ്യക്തി ഇപ്പൊ വിക്ടിമിനെ പോലെ തന്നെ അയാൾ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞാൽ അയാൾ ഒരു വിക്ടിമായിട്ട് മാറുകയാണല്ലോ. അപ്പോ ഈ അതിജീവിതയാണെങ്കിലും കുറ്റാരോപിതൻ എന്ന് മുദ്രകുത്തി വിചാരണയുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വിക്ടിമായിട്ട് മാറുന്ന ഒരാളും അനുഭവിച്ചു പോകുന്ന മെന്റൽ ട്രോമയിൽ നിന്ന് അവർക്ക് യാതൊരു റിലീഫും കിട്ടില്ല. ഇപ്പോൾ നിയമപരമായിട്ട് അവർക്ക് മലീഷ്യസ് പ്രോസിക്യൂഷന് കള്ളക്കേസിൽ കുടുക്കി എന്നെ ഉപദ്രവിച്ചതിന് നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ മെന്റൽ ട്രോമയെ കവർ ചെയ്യാനായിട്ട് അവർക്ക് യാതൊരുവിധ ഒരു സഹായവും ഇല്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഒരു പാർട്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ ഈ കേസിൽ അതിജീവിത ഒരു ലേഡി ജഡ്ജിനെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത്, കേസിൻ്റെ സമയത്ത് നമ്മളത് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് നേരത്തെ സാർ പറഞ്ഞിരുന്നു എത്ര പേരാണിത് പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നെ അത് ഹയർ കോർട്ടിലേക്ക് അപേക്ഷ കൊടുത്ത് പോകാൻ അത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട്. നമ്മൾ ഓരോ പ്രൊസീജിയറിലൂടെ ലോ പ്രൊസീജിയേഴ്സിലൂടെ പോകുമ്പോഴും ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറക്കാൻ ആഗ്രഹിച്ച കാര്യമായിരിക്കും നമ്മൾ പിന്നെയും അത് ഓർത്ത് സംസാരിക്കുക. അതൊരു മെൻ്റൽ ട്രോമ തന്നെയാണ്. അപ്പോൾ അതൊന്ന് മിനിമൈസ് ചെയ്യാനെന്നോണം കോർട്ടിപ്പം ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിജീവിതകൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നാണ് സാറിന് തോന്നുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻഡ് പ്രൊവൈഡഡ് ദാറ്റ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം പൈസ ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കയ്യിൽ അത്ര സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനും ഈ പ്രിവിലേജുകളൊക്കെ തന്നെ അതിനും കിട്ടേണ്ടതല്ലേ? അതായത് നേരത്തെ നിയമസഹായം അതിജീവിതകൾക്ക് മാത്രം
അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസിലെ വാദികൾക്ക് മാത്രമാണ് പ്രോസിക്യൂഷൻ്റെ സഹായം. പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തുന്നു, അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോസിക്യൂട്ടേഴ്സ്, ഗവൺമെൻറ് നിയമിച്ച വക്കീൽ അതിനുവേണ്ടി വിചാരണ നടത്തുന്നു എന്നുള്ളതുപോലെ പ്രതികൾക്കും ഇപ്പോൾ അത്തരത്തിലുള്ള ഡിഫൻസ് കൗൺസിലിനെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച എൻ്റെ അടുത്തൊരു കാര്യം, ഈ വിചാരണ നടക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന അതിജീവിതകൾ അനുഭവിക്കുന്ന ഒരു ട്രോമയെ മിനിമൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കേസിൻ്റെ തന്നെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിജീവിതം എന്തുകൊണ്ടാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞത്? അവിടെ അതിജീവിത ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ, ചോദ്യം ചെയ്യലുകൾ ഒക്കെ നേരിടേണ്ടി വന്നതുകൊണ്ട് ജഡ്ജിനെ മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ജഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്ററുടെ ഒരു റോള് കൂടി അവിടെ ഉണ്ട്. പ്രജുഡ്യൂസ്ഡ് ആയിട്ടല്ല ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഒരു ജഡ്ജ് ഒരു കേസ് കേൾക്കുന്നത്. പ്രോസിക്യൂഷനും ഡിഫൻസിനും തുല്യ അവകാശങ്ങളാണ് അവിടെ. അവരുടെ തുല്യ അവകാശങ്ങൾ വേണ്ട വിധത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഒരു ജഡ്ജ് ഒരു കേസ് കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം പൊതുജനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ ധിക്കാരത്തോടു കൂടി വളരെയധികം അഗ്രസീവായി കോടതിയിൽ നിന്ന് കേസ് പറയുന്ന വിക്ടിംസ് ഉണ്ട്. അതായത് ഒരു കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു അതിജീവിത ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ കർട്ടനിട്ട അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലിന് ഉൾപ്പെടെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരവിടെ നിർത്തുന്നത്. അവരെ കാണാൻ കഴിയുന്നത് പ്രോസിക്യൂട്ടർക്കും ജഡ്ജിനും മാത്രമാണ്. ഇവർ ചോദിക്കുന്ന ആദ്യത്തെ ചീഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഈ പറയുന്ന അതിജീവിത പറയുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രതിയുടെ അവസരമാണ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ. ഈ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന രീതിയിൽ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന ഡിഫൻസ് കൗൺസിലിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കുന്ന എത്രയോ വിക്ടിംസ് ഉണ്ട്. ആ സമയത്ത് ജഡ്ജ് ഇടപെടും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയും. അതൊരിക്കലും വിക്ടിമിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതല്ല. കോടതിയുടെ വിചാരണ നടപടികൾ സുതാര്യമായി നടക്കണ്ടേ. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു ജഡ്ജിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അത് വിക്ടിം അഗെയിൻസ്റ്റും ഇതേ അവസ്ഥ തന്നെ ഡിഫൻസ് കൗൺസിലും ഉണ്ടാവും. ഡിഫൻസ് കൗൺസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ ചോദ്യങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറയും. അത് റിലവൻ്റ് അല്ല എന്ന് പറയും. റിലവൻസി തീരുമാനിക്കുന്നത് പ്രതിഭാഗം വക്കീലാണെന്ന് പറഞ്ഞ് ജഡ്ജായിട്ട് തർക്കങ്ങളുണ്ടാവും. അവിടെ വിക്ടിം ഒരു പ്രതിയുടെ അവകാശങ്ങളും അവിടെ ഇല്ലാതാവുന്നില്ലേ. അപ്പോൾ ഈ വിക്ടിമിനാണെങ്കിലും പ്രതിക്കാണെങ്കിലും ചില അവകാശങ്ങൾ അവിടെ ഇല്ലാതാകുന്ന രീതിയിലുള്ള പെരുമാറ്റം ജഡ്ജിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് കേസിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അതിന്റെ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ജഡ്ജും പ്രജുഡ്യൂസ്ഡ് ആയിട്ടൊരു പ്രതിക്ക് വേണ്ടിയിട്ടോ പ്രജുഡ്യൂസ്ഡ് ആയിട്ട് ഒരു വിക്ടിമിന് വേണ്ടിയിട്ടോ വിചാരണ കേൾക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പം സാർ പറഞ്ഞു വന്ന പോയിന്റ് അപ്പം എന്തായിരുന്നു? സോ അതിജീവിത അതായത് ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞത് അല്ല. അപ്പോൾ ഇവിടെ അതിജീവിത ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നതാവാം. ഞാൻ വീണ്ടും പറയുന്നു, ഇൻ ക്യാമറയാണ്. കോടതി മുറിയിൽ ജഡ്ജും പ്രോസിക്യൂട്ടറും പ്രതിഭാഗത്തിന്റെ വക്കീലും അല്ലാതെ മറ്റാരും ആ മുറിയിലില്ല. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് പിന്നീട് അവർ ഫയൽ ചെയ്യുന്ന പെറ്റീഷൻസിലൂടെയാണ് അറിയുന്നത്. ആ പെറ്റീഷൻസ് എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കയ്യിലെത്തിയതെന്ന് നമുക്കറിയില്ല. അപ്പോൾ വിക്ടിം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിചാരണയുടെ ഭൂരിഭാഗം കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവർ കോടതി മുറിയുടെ പരിസരത്ത് വരുന്നത് മുതലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അത് വളരെ സുതാര്യമായ രീതിയിലും വളരെ കൃത്യമായ രീതിയിലും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നടന്നു പോകുന്നുണ്ട്. അവിടെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.